Hey, hello everyone. Assalamu alaikum. Welcome back to my YouTube channel. So, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് നമ്മുടെ കല്യാണം. എൻ്റെ അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ഷെനാൻ്റെ കല്യാണം ജാനുവരി 7-നാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ റൂമിൽ ചെറുതായിട്ട് എക്കോ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എനിക്കറിയില്ല. വീഡിയോ എഡിറ്റ് ആകുമ്പോഴേ അറിയുള്ളൂ. ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. ഇനി വീഡിയോയിൽ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ കല്യാണത്തിന് പോകാൻ റെഡി ആവാൻ നിൽക്കുകയാണ്. ഇതിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഇന്ന് ഇടുന്ന ഡ്രസ്സ് എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അതിനി എന്തെങ്കിലും ആൾട്രേഷൻ ചെയ്യേണ്ടി വരുമോ ഒന്നും അറിയില്ല. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഹൗസ് വാമിങ്ങിന് ഇതിൻ്റെയൊക്കെ തിരക്കപ്പെട്ടിട്ട് ഞാൻ അതിൻ്റെ കാര്യം അങ്ങോട്ട് പറ്റ വിട്ടുപോയി. അതുകൊണ്ട് എന്തൊക്കെയൊക്കെ സംഭവിച്ചു. അപ്പോൾ നമുക്ക് കാക്കു ഡ്രസ്സ് ഇട്ട് വരുന്നത്, കാക്കു ഒരു ഡ്രസ്സ് എടുക്കാൻ പോകണം, ഇമ്മ വേറെ ഡ്രസ്സ് എടുക്കാൻ പോകണം. അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഡ്രസ്സ് നാളെക്കളാണ്, ഒരു ഡ്രസ്സ് ഇന്നക്കളാണ്. നാളെ റിസപ്ഷനുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഒരു ഡ്രസ്സ് ഇട്ട് വരുമ്പോഴത്തേക്കും ഞാൻ വേഗം മേക്കപ്പ് ഒക്കെ ചെയ്ത് നിൽക്കാം എന്നാണ് ഇപ്പം ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈം വേസ്റ്റ് ആക്കാതെ നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഷെന നേരത്തെ വരാൻ പറഞ്ഞിരിക്കണു. എനിക്ക് അതിനെ നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ട് പറ്റിയിട്ടില്ല. എനിക്ക് ഇപ്രാവശ്യം നേരത്തെ പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് മാക്സിമം നോക്കി വെക്കാം. രാവിലെ ആയപ്പോൾ തന്നെ രണ്ടാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇന്ന് ഇടാനുള്ള ഡ്രസ്സ് ഒലവക്കോടാണ് വരിക. അതിന് ഞാൻ കാക്കുനിയും പറഞ്ഞയച്ചു. പിന്നെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എൻ്റെ റിസപ്ഷനിലുള്ള ഡ്രസ്സും വരും. അതിന് ഞാൻ അമ്മാനെയും പറഞ്ഞയച്ചു. അപ്പോൾ നേരെ മുഖം സെറ്റാക്കാം. കറണ്ട് 3 നേരം പൊയ്ക്കായിരുന്നു. ഞാൻ ഇങ്ങോട്ട് മേക്കപ്പ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും കറണ്ട് വന്നു. ഒരു ബക്കറ്റ് വരുന്നു. ഇമ്മ വന്നിക്കണു. നാളേക്കുള്ള ഡ്രസ് സെറ്റ്. ഇനി ഇന്നൊക്കെയുള്ള ഡ്രസ്സ് കിട്ടിയിട്ട് വേണം. എൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയ സൂപ്പർ ഡ്രസ്സ് കിട്ടിയോ? നാളേക്കുള്ള ഡ്രസ്സാണിത്. ഇനി ഇന്നൊക്കെയുള്ള ഡ്രസ്സ് കിട്ടിയിട്ട് വേണം. അപ്പത്തിന് നമുക്ക് വേഗം മേക്കപ്പ് ചെയ്യാം. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം. പിന്നെ മേക്കപ്പ് ചെയ്യാൻ വന്നപ്പോൾ കറണ്ട് പോയി. സാറില്ല, ഞാൻ വെളിച്ചത്തിൽ സൺലൈറ്റിൽ ഞാൻ മേക്കപ്പ് ചെയ്യും. എനിക്കിതൊക്കെ ഭയങ്കര കഴിവ്. അയ്യോ, മേക്കപ്പ് ചെയ്യാൻ അറിയുന്ന വലിയ പുള്ളിയൊന്നും അല്ല ഞാൻ. കുറച്ച് എന്തൊക്കെയാണ് എവിടേക്കാണ് അറിയാം. എല്ലാവരും വിചാരം എനിക്ക് ഭയങ്കര മേക്കപ്പ് അറിയുന്ന. ഞാനത് തിരുത്താനും പറ്റില്ല. ഇതാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തതാണ് പ്രൈമർ. ബാക്കിയുള്ള ടച്ചപ്പ് ഞാൻ വേഗം ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെ മുഖത്ത് ഓരോന്ന് ചെയ്യുമ്പോഴും ഞാനൊരു വിങ്ങലോടെ ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഡ്രസ്സ് കിട്ടൂലേ എന്നുള്ളത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാക്കുവിൻ്റെ ഒരു ഫോൺ വന്നു. 7 മണിക്ക് ട്രെയിനിൽ ഒലവക്കോട് സ്റ്റേഷനിൽ എത്തും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഡ്രസ്സ് നമ്മൾ ഓൾറെഡി കസ്റ്റമൈസ് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താണ് 2 ഡ്രസ്സും. അങ്ങനെ പിന്നെ അപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ 12 മണിക്ക് അത്രേ ട്രെയിൻ എത്തുക. അപ്പോൾ പിന്നെ എനിക്കൊരു 10 മണി 11 മണിയാകുമ്പോഴത്തേനും ഓഡിറ്റോറിയത്തിലെത്തണം. എൻ്റെ എല്ലാ പ്രതീക്ഷകളും അവിടെ വീണുടഞ്ഞു. ഇനി എന്ത് ചെയ്യും, കിട്ടൂലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ഞാൻ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ താഴത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞ് അടുത്ത ദിവസമായിരുന്നു, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഷെനാൻ്റെ കല്യാണം. അതുകൊണ്ട് ആ തിരക്കിൽ പെട്ടുപോയി. പിന്നെ കുറേ പേര് ഹോം ടൂർ ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ ഒരു ദിവസം ചെയ്യണമായിരിക്കും. ഉടനെ ഞാൻ ഹോം ടൂറിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കാം. ഹൗസ് വാമിങ്ങും ഷെനാൻ്റെ കല്യാണം ഒക്കെ പാടെ ഒപ്പായതുകൊണ്ടാണ് ചെറിയൊരു ഇത് വന്ന് ഹോം ടൂർ ഉടനെ ഇടാം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേനും ഏകദേശം തീരുമാനമായി. ഡ്രസ്സ് ഇന്ന് ഇടാൻ കരുതിയ ബ്രിക്ക് കളറായിരുന്നു നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഇടാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അത് കിട്ടൂല എന്നുള്ളത് ഉറപ്പായി. അപ്പോൾ പിന്നെ ബൈ എൻ്റെ കണ്ണ് ഐലൈനർ എഴുതിയത് നല്ല ഭംഗിയുണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. പിന്നെ ഞാൻ ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ഇന്നിപ്പോൾ റിസപ്ഷന് നാളെ ഇടാനൊരു ഡ്രസ്സ് കിട്ടിയല്ലോ,
അത് ഇന്നിടാം എന്നുള്ളൊരു ഡിസിഷനിലോട്ട് ഞാൻ എത്തി. ഇതാണ് കല്യാണത്തിന് നമ്മൾ ഇട്ട ഡ്രസ്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് ചെയ്യിപ്പിച്ച ഒരു ഡ്രസ്സാണ് ഈ ഒരു ഗ്രീൻ കളർ ഡ്രസ്സ്. ഇതിപ്പോൾ നാളെ ഇടാൻ കരുതിയേ ഇന്നിട്ടു, അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു റിസപ്ഷൻ ഒരു വൈബാണ് എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് റിസപ്ഷൻ ഇടാൻ മാറ്റി വെച്ചതാണ്. കല്യാണത്തിന് ഇടാൻ മറ്റേത് എടുത്തു വെച്ചു എന്ന് മാത്രമല്ല, അത് വ്യത്യാസമൊന്നുമില്ല. ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ 2-3 ദിവസം മുമ്പ് തന്നെ ഡ്രസ്സൊക്കെ സെറ്റാക്കി വെക്കുക. അപ്പോൾ ഈ ഡ്രസ്സിനെ പറ്റി പറയാം. ഇതൊരു ഗ്രീൻ കളർ, ഡാർക്ക് ഗ്രീൻ കളറിൽ തന്നെ വെൽവെറ്റിൽ ചെയ്ത ഒരു ഡ്രസ്സായിരുന്നു. ഭയങ്കര ആഗ്രഹിച്ച് ഞാനൊരു റീല് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതുപോലത്തെ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇത് ചെയ്ത് തന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കമൻറ്റ് ബോക്സിൽ എന്തായാലും പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. മാത്രമല്ല അവർ കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു പേജാണ്. നമുക്ക് എന്ത് രീതിയിലുള്ള മോഡലും അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പരിപാടിക്കും ഈ സെയിം ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുന്ന് എല്ലായിടത്തും എനിക്ക് നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടിയൊരു ഡ്രസ്സ് ചെയ്യുന്നു ഇത്. ബൈ ദ ബൈ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് എല്ലാവരും ബ്രിക്ക് കളറാണ്, അതിൽ ഞാൻ മാത്രം ഒരു ഗ്രീൻ കളറായിട്ട് നിൽക്കണമെന്ന് മാത്രം. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ നമ്മൾ നേരെ പുറത്ത് നിന്നിട്ട് കുറേ നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി ചെന്ന പാടെ ഷേനാനെ കാണാണ്ടായിരുന്നില്ല. ഷേന ഫുഡ് കഴിക്കാൻ പോയിക്കായിരുന്നു. ഇതാണ് നമ്മുടെ ഷേന. സാരി ആയിരുന്നു ഷേനാൻ്റെ മാരേജ് ലുക്ക്. അപ്പോൾ ഷേന സാരിയൊക്കെ എടുത്ത് നല്ല സുന്ദരിയായി, നല്ല സുന്ദരി മുത്തുമണിയായി അവിടെ നിൽക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഓള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് തിരക്കൊക്കെ ആകുമ്പോഴത്തേന് വേഗം ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് ആദ്യം തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയി ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു. ഇത് ഞങ്ങളുടെ ഏരിയ എന്നുള്ള രീതിയിൽ. അവളുടെ നിക്കായിന് നമുക്ക് കുറച്ച് ബാക്കിലുള്ള സീറ്റാണ് കിട്ടിയത്, അതുകൊണ്ട് നല്ല വ്യൂ കിട്ടിയില്ല. ഇപ്രാവശ്യം നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു, നമുക്ക് നേരെ ഒക്കെ കാണണം എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു. പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഡ്രസ്സിങ് റൂമിൽ കയറിയിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രൂമും ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഷൈനാൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ സ്റ്റേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു പിങ്ക് കളർ സാരി ആയിരുന്നു ഷൈന അടുത്തുണ്ടായിരുന്നത്. നേരിട്ട് കാണാൻ ഒന്നും കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഗ്രൂമിൻ്റെ എൻട്രി ആയിരുന്നു. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, പിന്നെ ആളും ബഹളം തിരക്കും പാട്ടും പോപ്പ് പൊട്ടലും പുത്തിരിയത്തലും അങ്ങനെ പിന്നെ ആകൊരു ബഹളമായിരിക്കുമല്ലോ. നമ്മുടെ ഷേനാൻ്റെ ചെറുക്കൻ്റെ എൻട്രി കഴിഞ്ഞ് സ്റ്റേജിലൊക്കെ കയറിയതിന് ശേഷം പിന്നെ നമ്മുടെ ഷേനാൻ്റെ എൻട്രി ആയിരുന്നു. മാഷാഅല്ലാഹ് ഷേനാൻ്റെ എൻട്രി അടിപൊളിയായിരുന്നു. നമുക്കിങ്ങനെ കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഓളൊറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുന്നൊക്കെ, അതിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി സോങ്ങും. എനിക്കത് നേരെ അൺമ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ നേരെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളൊരു സംഭവം കൊണ്ട് മാത്രം ഞാനത് ചെയ്യണില്ല. ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇതായിരുന്നു. ഷേനക്ക് ചെറുതായിട്ട് സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഷേന വന്ന കണ്ണീരൊക്കെ തിരിച്ച് ഉള്ളിലോട്ട് തന്നെ ആക്കി തോന്നുന്നു. പിന്നെ ആയിരുന്നു ദ റിയൽ ടാസ്ക്. ഇപ്പോൾ പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ കൈ പിടിക്കണ നല്ല സൂപ്പറായിട്ട് ഫോട്ടോസും വീഡിയോസും നമുക്ക് കിട്ടണമല്ലോ. അതുകൊണ്ട് തന്നെ എത്ര വട്ടാണ് ഇവർ ഈ കൈ പിടിച്ച് കയറുന്നതും ഇറങ്ങണതും ചെയ്തിക്കണതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതൊരു ലൂപ്പായിരുന്നു തോന്നുന്നു. ഒന്നിങ്ങനെ കൈ പിടിച്ച് കയറും, അപ്പത്തിനും പിന്നെയും ഇറങ്ങും, പിന്നെ അതന്നെ റിപ്പീറ്റ്. എൻ്റെ ഒരു കണക്ക് പ്രകാരം ആ ഒരു സീൻ തന്നെ 3-4 വട്ടം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റേജിൽ കയറി ഒക്കെ സെറ്റായി. ആദ്യം തന്നെ നമ്മൾ നേരത്തെ വന്ന് ഫ്രണ്ടിൽ ഇരുന്നോട്ട് നമുക്ക് സ്റ്റേജിൽ നടക്കണ എല്ലാതും നേരെ കാണാം. ഫ്രണ്ടിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ ആൾക്കാർ പോകും എന്നുള്ളത് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ സെറ്റാണ് ഫ്രണ്ടിലിരുന്നാൽ. അങ്ങനെ ഇരുന്നാൽ മതിയോ? ചെറുക്കൻ്റെ പെണ്ണിൻ്റെ ഒപ്പം ഫോട്ടോസൊക്കെ പോയി എടുക്കണ്ടേ? അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറി നല്ല ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഓരോ അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ ഈ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൈഡിൽ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയപ്പോൾ തിരിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ തന്നെ കയറിയപ്പോഴത്തേനും മാലയിടുന്ന പരിപാടി കഴിഞ്ഞിക്കൊള്ളുമോ. നമുക്കത് മിസ്സായി. മാലയിടുന്ന ആ ഒരു സീൻ നമുക്ക് കിട്ടിയില്ല ഗൈസ്. അത് നമുക്ക് മിസ്സായതോടെ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നമ്മൾ പിന്നെ ഉള്ളിൽ തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. അങ്ങനെ പിന്നെ മാലയിടുന്നതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കേക്ക് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമല്ലോ, ആ ഒരു പരിപാടിയായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിലത്തെ ചാർജ് കഴിഞ്ഞു. രാവിലെ ആകെപ്പാട് ഒരു ടെൻഷൻ ആയതുകൊണ്ട് ഫോൺ ചാർജിലിടാൻ ഞാൻ മറന്നുപോയി. പക്ഷേ അതിവിദഗ്ധമായി ചാർജർ ഞാൻ എൻ്റെ ബാഗിലിട്ടിട്ടുണ്ടായിരുന്നു. ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫോൺ ചാർജിലിടാം എന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചാർജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സിങ് റൂമിൽ ചെന്നിട്ട്
ഫോൺ ചാർജ് ചെയ്തു. ഫോൺ ഓഫ് ആയാലേ പിന്നെ ആകെ പണി കിട്ടുമല്ലോ, പിന്നെ നമുക്ക് വ്ലോഗ് കൊടുക്കാൻ പറ്റൂല. അങ്ങനെ പിന്നെ ഡ്രസ്സിങ് റൂമിൽ കുറച്ച് നേരം ഇരുന്ന് ഫോണൊക്കെ ചാർജാക്കി തിരിച്ച് വന്ന് നോക്കിയപ്പോഴത്തേനും ഇവിടെ ഇതാ ഈ പരിപാടി തുടങ്ങിയിരിക്കും. ഈ ഒരു ക്ലിപ്പ് എടുക്കാൻ പെട്ട പാട് ചില്ലറയൊന്നും അല്ല, കാരണം ഫ്രണ്ടിൽ ഫുള്ള് ഫോണുകളാണ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു രംഗം പകർത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റേജിൻ്റെ ഒരറ്റത്തിരിക്കുന്ന ടീംസുകളായിരുന്നു ഞങ്ങൾ നേരെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ വന്ന് ഫോണൊക്കെ പിടിച്ച് നമുക്ക് അടിപൊളി സെറ്റ് വീഡിയോസൊക്കെ കിട്ടി. അതിൻ്റെ ഇടയിൽ ഇവർ കുറേ തെറ്റിച്ചണുണ്ട്, പിന്നെ ഒരു ശരിയാക്കി, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാക്കി രണ്ടാളും ഡാൻസ് കളിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് സ്പോർട്ട് കൊറിയോഗ്രാഫിയാണ് തോന്നുന്നു. അപ്പോൾ പുതിയ പുതിയ സ്റ്റെപ്പുകൾ അപ്പോൾ പുതിയ പുതിയതാൾ ഇറക്കിയിരുന്നു ഒരു, പ്രത്യേകിച്ച് ഷേന. അങ്ങനെ പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിനി പോവാൻ നിൽക്കുകയാണ്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഷേന പോണത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോഴും ഓളുടെ ഫോട്ടോഷൂട്ട് അവിടെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കുറേ നേരം നമ്മൾ പുറത്തിരുന്ന് കുറേ വെയിറ്റ് ചെയ്ത് നോക്കി, ഓള് പോണ വരെ നമുക്ക് നിൽക്കാം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ പെണ്ണ് പോണില്ല. എനിക്ക് തോന്നുന്നു ഒരു 4-5 മണി വരെ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ ഫോട്ടോഷൂട്ടൊന്നും കഴിയാത്തതുകൊണ്ട് പിന്നെ ഇനി നമ്മൾ അവിടെ നിന്നാൽ നേരം വെക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോരുത്തർ രണ്ടാളത്തും ബായൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അങ്ങനെ എന്താ ഷേനാൻ്റെ കല്യാണം അടിപൊളിയായിട്ട് നടന്നു. ഇനി നാളെ നമുക്ക് റിസപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി സെറ്റാക്കണം. അപ്പോൾ അതും കൂടി നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നലെ ഷേനാൻ്റെ കല്യാണം കഴിഞ്ഞു, ഇനി റിസപ്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. ഒരു 4 മണി 5 മണിയാകുമ്പോഴത്തേനും എത്തിയാൽ മതി. ഇപ്പം തന്നെ ഏകദേശം 4 മണി ആയിക്കോളും. അപ്പം ഞാൻ എൻ്റെ നാട്ടിലൊക്കെ കഴിയുമ്പോഴത്തേനും ഏകദേശം കുറച്ച് സമയമാവും. എന്നിട്ട് അവിടെ റിസപ്ഷന് പോകും, ഓളെ കാണും, എന്നിട്ട് ഫുഡൊക്കെ കഴിക്കും, എന്നിട്ട് അവിടെ നമ്മൾ തിരിച്ച് നമ്മുടെ പെരേക്ക് വരും. അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പം ഞാനിത് രണ്ടും ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കല്യാണം റിസപ്ഷനും ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഇനി റിസപ്ഷന് പോകാൻ റെഡിയാവാണ്. നമ്മളെല്ലാവരും കല്യാണത്തിന് ബ്രിക്ക് കളറായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് മാത്രം ബ്രിക്ക് കളറ് ഇന്നലെ ഒരു 11-12 മണിയായിട്ടാണ് എത്തിയത്. ഞാൻ 10 മണിക്ക് തന്നെ ഞാൻ പുറപ്പെട്ട് കഴിഞ്ഞു, എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്നിട്ട് റിസപ്ഷൻ ഇടാൻ വെച്ച ഡ്രസ്സ് കല്യാണത്തിന് ഇട്ടു. ഇനി കല്യാണത്തിന് ഇടാൻ കരുതിയ ഡ്രസ്സ് ഇന്നാണ് ഇടാൻ പോണത്. ഐ മീൻ ബ്രിക്ക് കളർ, ഈ കളറ് ഇത് ഇന്നലെ ഇടാൻ കരുതിയതായിരുന്നു. പക്ഷെ ഇനി സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഇന്നിടണം ഇത്. അവിടെ ചെന്ന് നമ്മളെല്ലാവരും ഒരു ബ്രിക്ക് കളർ കൊണ്ട് ഫ്രണ്ട്സ് ബ്രിക്ക് കളർ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കിയപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറേ ബ്രിക്ക് കളർ. നന്നായി കരുതിയാണ് ഡ്രസ്സ് കിട്ടാന്ന്. ഞാനൊരു ഗ്രീൻ കളറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെ വല്ല ആരെടുത്തും ആ കളറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ കുഴപ്പം തോന്നിയില്ല. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ബ്രിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാത്രം വേറൊരു കളറായിരുന്നു മാത്രമല്ല, അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് നമുക്ക് ഇതിടാം, ആ സങ്കടം ഇന്ന് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് നേരെ കടക്കാം. അപ്പോൾ ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ ലുക്ക്. ഇതായിരുന്നു റിസപ്ഷന് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ്. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഞാൻ കണ്ണെഴുതുന്നത്. പണ്ട് ഞാൻ ഫുൾ ടൈം ഇങ്ങനെയായിരുന്നു കണ്ണെഴുതിക്കൊണ്ടിരുന്നത്, മുകളിലും താഴത്തും ഇങ്ങനെ കണ്ണെഴുതുമായിരുന്നു. ഇപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കണ്ണെഴുതുന്നത്. പിന്നെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഐറ്റംസ് ഫുൾ അവിടെ ചെതറി കിടക്കുകയാണ്. ഇനി ഇതൊക്കെ സെറ്റാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കണ്ണെഴുതിയോണ്ട് എനിക്കെന്തോ ഭയങ്കര ഒരു പുതുമ ഫീൽ ചെയ്തു. എനിക്കിത് ചേരാത്ത പോലെയൊക്കെ തോന്നി. പക്ഷേ എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ കണ്ണിൽ ഫുള്ള് ഭാരി തേച്ച് ഐലൈനറൊക്കെ തേച്ച് പുറത്തിറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ അതൊന്നും ആലോചിക്കാനുള്ള ത്രാണി പോലും എനിക്കില്ല. അപ്പോൾ ഈ ഔട്ട്ഫിറ്റും ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഔട്ട്ഫിറ്റ് ചെയ്ത് തന്ന ഇൻസ്റ്റാഗ്രാമും ഞാൻ അടിയിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഈ ബാഗിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം. പിന്നെ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് കുറച്ച് നേരം വൈകി. അതുകൊണ്ട് തന്നെ സുഹേൽക്കാക്കു ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് വരെ. അവിടുന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒപ്പാണ് പോണത്. പക്ഷേ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ പോകുമ്പോൾ പുറത്തുനിന്ന് ഡസ്റ്റൊക്കെ നമ്മുടെ മുഖത്ത് ഒട്ടിപ്പിടിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കണ്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുഖമൊക്കെ പൊത്തി ഷാളോട്ടൊക്കെ ഇങ്ങനെ മുഖമൊക്കെ ഫുള്ള് കവർ ചെയ്തിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ പൊടി ഫുള്ള് മുഖത്തുണ്ടാവും. അതാരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ എന്ന് അറിയില്ല. ഇങ്ങനെ സ്കൂട്ടിയിലോ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഫേസ് നന്നായിട്ട് കവർ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അത് കഴിഞ്ഞ് മുഖത്ത് കുരു വരും, ആകെപ്പാടെ പ്രശ്നമാവും. അങ്ങനെ പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. ഷേന നല്ല വൈറ്റ് ഗൗണൊക്കെ ഇട്ട് നല്ലൊരു സുന്ദരിയായി നിൽക്കേണ്ടിയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകാം. എന്നിട്ട് ഫുഡ് കഴിച്ച് വന്നിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരം ഓഡിറ്റോറിയത്തിൽ ഇരിക്കാമല്ലോ എന്ന്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു.
പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം ആളുകൾ വന്ന ഒരു പരിപാടിയായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന ഏരിയയിലൊക്കെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മുടെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞൊരു ടാസ്ക് അവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നേരെ ഷെനാൻ്റെ അടുത്ത് പോവാണ്. ഷെന നല്ല ഭംഗിയുണ്ടായിരുന്നു റിസപ്ഷൻ ലുക്ക്. എടുത്തു പറയേണ്ടത് ഷെനാൻ്റെ നിക്കാഹിനും കല്യാണത്തിനും പാടെ ഷെന എല്ലാ ലുക്കും ട്രൈ ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ സാരി ആയാലും ഫ്രോക്ക് ആയാലും ലെഹങ്ക ആയാലും എല്ലാ ലുക്കും ഷെന ഒന്ന് ട്രൈ ആക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളും സ്റ്റേജിൽ കയറി ഓരോ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ അവിടെ ഇരുന്ന് ഫിദി ഞാനും കുറച്ച് നേരം കുറച്ച് ടൈം സ്പെൻഡ് ഒക്കെ ചെയ്തു. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് അവിടെ ഇവിടെയൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇതാ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത്. അനാർക്കലി ആയിരുന്നു. ഇന്നലത്തെ ആയാലും ഇന്നത്തെ ഔട്ട്ഫിറ്റ് ആയാലും രണ്ടും ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്ത കളർ നോക്കി ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഈ രണ്ട് ഔട്ട്ഫിറ്റും ചെയ്തു തന്ന പേജസിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ എന്തായാലും കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ പിന്നെ നമ്മുടെ ഷെനാൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചവിടുന്ന് പോന്നു. അപ്പോൾ നമ്മുടെ ഷെനാൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.